ഹലോ എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു സ്കിൽ ടു സക്സീഡ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പർട്ടിക്കുലർ ഡാറ്റാബേസ് പിവോട്ട് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഈ സെറ്റ് ഓഫ് ഡാറ്റാബേസ് ഞാൻ പിവോട്ട് ടേബിൾ കൺവേർട്ട് ചെയ്യുന്നു. ഗോ ടു ഇൻസേർട്ട് പിവോട്ട് ടേബിൾ, ഓക്കെ ഇറ്റ് റൈറ്റ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഷീറ്റിൽ സ്വാഭാവികമായിട്ടും ആ പിവോട്ട് ടേബിൾ ബൈ ഡിഫോൾട്ട് ഈ ടെംപ്ലേറ്റ് കിട്ടും, റൈറ്റ്. സോ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റ് നമ്മൾ ക്ലാസിക് മോഡിലേക്ക് മാറ്റണം. അതുകൊണ്ട് ഈ ഒരു എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റിന് മേലെ കേഴ്സർ പ്ലേസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പിവോട്ട് ടേബിൾ ഓപ്ഷൻസ്, ഡിസ്പ്ലേ ആൻഡ് ക്ലാസിക് മോഡ്, അത് ടിക്ക് ചെയ്താൽ മതി. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഈ ഒരു മോഡിലേക്ക് മാറ്റി. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എവിടെയൊക്കെ ഏതൊക്കെ പൊസിഷനിലാണ് ഡാറ്റ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് കോളത്തിലേക്കോ റോസിലേക്കോ അല്ലെങ്കിൽ വാല്യൂസിലേക്കോ ഫിൽറ്ററിലേക്കോ ഉള്ള, റൈറ്റ്. നമുക്ക് കറക്റ്റായിട്ട് ആ റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് ഡാറ്റ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, റൈറ്റ്. ബട്ട് ഇൻ കേസ് ഞാൻ ജസ്റ്റ് അൺടിക്ക് ചെയ്യുന്നു, ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് പഴയ മോഡിലേക്ക് ബൈ ഡിഫോൾട്ടായി വരുന്ന നോൺ ക്ലാസിക് മോഡിലേക്ക് തന്നെ മാറ്റുന്നു. ഈ കേസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, റൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ എക്സിസ്റ്റിംഗിലെ ബൈ ഡിഫോൾട്ടായി വരുന്ന ടെംപ്ലേറ്റിൽ എവിടെയൊക്കെയാണ് വാല്യൂസ്, റോസ്, കോളംസ്, ഫിൽറ്റർ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലാസിക് മോഡിലേക്ക് ആക്കണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പിവോട്ട് ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാനുവലി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെച്ചാലും, ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ ക്ലോസ് ചെയ്തു, നാളെ ഓപ്പൺ ചെയ്താലും ബൈ ഡിഫോൾട്ട് ഇത് ക്ലാസിക് മോഡിലായി കാണിക്കണം. അത് ഇവിടെ അല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ ഫയലിൽ പോയിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, റൈറ്റ്. ഈ ഓപ്ഷൻസിൽ മൾട്ടിപ്പിൾ ടാബ്സ് ഉണ്ടാവും. അതിൽ ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് സൈഡ് കാണാൻ പറ്റും ഡാറ്റ ഓപ്ഷൻസ് ഉള്ള കാറ്റഗറി. അതുകൊണ്ട് ചെറിയൊരു ഫീൽഡ് കാണാം, എഡിറ്റ് ഡിഫോൾട്ട് ലേഔട്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്തു. അവിടെ പിവോട്ട് ടേബിൾ ഓപ്ഷൻസ് എന്നുള്ള ഫീൽഡ് ഉണ്ടാവും. ജസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ക്ലാസിക് പിവോട്ട് ടേബിൾ ലേഔട്ട് ജസ്റ്റ് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ പ്രസ് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പെർമനൻ്റ്ലി ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. ഞാൻ അത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പിവോട്ട് ടേബിൾ ഓപ്ഷൻസ് എടുക്കുന്നു, ഇൻസേർട്ട് പിവോട്ട് ടേബിൾ, ഓക്കെ ഇറ്റ്. ബൈ ഡിഫോൾട്ട് ആ ക്ലാസിക് മോഡിലേക്ക് വന്നു. ഈവൻ ഞാൻ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്താലും നെക്സ്റ്റ് ഡേ നാളെ ഓപ്പൺ ചെയ്താലും ഈ ഒരു മോഡിലേക്കും കാണിക്കുക. അതായത് പെർമനൻ്റ്ലി ഇത് ഫിക്സ് ചെയ്ത് വെച്ചു, റൈറ്റ്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ് അവേ ഇപ്പോൾ തന്നെ നിങ്ങളെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. വലിയൊരു ടൈമൊക്കെ ലാഭിക്കാൻ പറ്റും, റൈറ്റ്. എന്തായാലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.